വെൽക്കം ടു our സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് യൂസ്ഫുൾ ആയ ഒരുപാട് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കണമെന്ന് പഠിക്കാം. നമ്മുടെ 30 ഡേ ചാലഞ്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ 4th ഡേ ആണ്. അപ്പോൾ ഈ 30 ദിവസങ്ങൾക്കുള്ളിൽ ഉറപ്പായിട്ടും ബേസിക് ഇംഗ്ലീഷ് നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ പഠിച്ചിരിക്കും. നമുക്ക് ആദ്യം ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, വാട്ട് ഈസ് ഹർ നെയിം? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെൻ ഈസ് ദ ഫങ്ഷൻ? When is the function? Third question, what is Sona's favorite food? What is Sona's favorite food? Next question, who is Remy's sister? Who is Remy's sister? Next one, when is the meeting? When is the meeting? Last one, how is his singing? How is his singing? എല്ലാം കറക്റ്റ് ആൻസേഴ്സ് കിട്ടിയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അഥവാ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മുടെ ഈ പ്രീവിയസ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഇന്ന് ചോദിക്കുവാൻ പഠിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഈസിയായി നമുക്ക് ചോദിക്കുവാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പോൾ നമുക്ക് അതെല്ലാം പഠിച്ചാലോ? ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് വേർ. എവിടെ? ഇതെവിടെയാ എന്നെങ്ങനെ ചോദിക്കും? വേർ ഇസ് ദിസ്? വേർ ഇസ് ദിസ്? ഇതെവിടെയാ? അതെവിടെയാ? അതെങ്ങനെ നമ്മൾ ചോദിക്കും? Where is that? Where is that? ഇതെല്ലാം എവിടെയാ? ഇതെല്ലാം എവിടെയാ? ഇതെല്ലാം എന്ന് വരുമ്പോൾ these യൂസ് ചെയ്യണം. Where are these? ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയല്ലേ, അപ്പോൾ ആർ ഉപയോഗിക്കുക. വേർ ആർ ദീസ്? ഇതെല്ലാം എവിടെയാ? അതെല്ലാം എവിടെയാ? വേർ ആർ ദോസ്? വേർ ആർ ദോസ്? സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ വേർ യൂസ് ചെയ്യുക. അവൻ എവിടെയാ? അതും നമുക്ക് ഈ പാറ്റേൺ യൂസ് ചെയ്യാം. അവൻ എവിടെയാ? വേർ ഇസ് ഹീ? വേർ ഇസ് ഹീ? റോഹൻ എവിടെയാ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? റോഹൻ എവിടെയാ? ഹീൻ്റെ അവിടെ റോഹൻ എന്ന് ആഡ് ചെയ്യുക. വേർ ഇസ് റോഹൻ? വേർ ഇസ് റോഹൻ? അവൾ എവിടെയാ? അവൾ എന്ന് പറയുമ്പോൾ ഷീ. അവൾ എവിടെയാ? വേർ ഇസ് ഷീ? Where
ഇസ് ഷീ? അവരെവിടെയാ? നമ്മൾ ചോദിക്കുകയാണ് അവരെവിടെയാ? അവര് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അവരെവിടെയാ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? അവരെന്ന് പറയുമ്പോൾ ദേ. ദേന്റെ കൂടെ ഇസ് ആണോ ആരാണോ വരിക? ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ? അപ്പോൾ എപ്പോഴും ആർ യൂസ് ചെയ്യണം. അവരെവിടെയാ? വേർ ആർ ദേ? എന്റെ ഫ്രണ്ട്സ് എവിടെയാ? അവരോട് ഇവിടെ കാത്തു നിൽക്കാൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പൊ അവരെ കാണുന്നില്ല. എന്റെ ഫ്രണ്ട്സ് എവിടെയാ? അതെങ്ങനെ ചോദിക്കും? വേർ ആർ മൈ ഫ്രണ്ട്സ്? വേർ ആർ മൈ ഫ്രണ്ട്സ്? നീ എവിടെയാ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? വേർ ആർ യു? നീ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, പക്ഷെ നമ്മൾ ഇസ് യൂസ് ചെയ്യില്ല, ആർ യൂസ് ചെയ്യണം. ഇതൊരു സ്പെഷ്യൽ കേസാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, വേർ ഇസ് യു എന്ന് പറയില്ല. നമ്മൾ എങ്ങനെ പറയണം? വേർ ആർ യു? വേർ ആർ യു? നീ എവിടെയാ? എന്റെ മൊബൈൽ എവിടെയാ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? എന്റെ മൊബൈൽ എവിടെയാ? വേർ ഇസ്? ഇനി കാണാതെ പോയ സാധനത്തിന്റെ പേര് പറയും. മൈ മൊബൈൽ. വേർ ഇസ് മൈ മൊബൈൽ? അവന്റെ മൊബൈൽ എവിടെയാ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വേർ ഇസ്? ഒരു സ്ഥലത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ വേർ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഒരു മൊബൈൽ അല്ലേ, അങ്ങനെ ഒരു വസ്തുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വേർ ഇസ് എന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം എന്താണോ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ചോദിക്കുക. അവന്റെ മൊബൈൽ എവിടെയാ എന്നാണ് ചോദിക്കുന്നത്. വേർ ഇസ് ഹിസ് മൊബൈൽ? അവന്റെ മൊബൈൽ എന്ന് പറയുമ്പോൾ ഹിസ് മൊബൈൽ. അവളുടെ മൊബൈൽ എവിടെയാ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വേർ ഇസ് ഹർ മൊബൈൽ? വേർ ഇസ് ഹർ മൊബൈൽ? റിയയുടെ മൊബൈൽ എവിടെയാ? റിയയുടെ മൊബൈൽ എന്ന് പറയുമ്പോൾ റിയാസ് മൊബൈൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, റിയയുടെ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ എസ് ചേർക്കണം. പ്രിയയുടെ മൊബൈൽ എവിടെയാ ചോദിക്കുമ്പോൾ പ്രിയാസ് മൊബൈൽ. വേർ ഇസ് പ്രിയാസ് മൊബൈൽ? അവരുടെ എല്ലാവരുടെയും മൊബൈലുകൾ എവിടെയാണ്? അവരുടെ എല്ലാവരുടെയും മൊബൈൽസ് എവിടെയാ? വേർ ആർ their mobiles? Where are their mobiles? നമ്മളുടെ ഫോൺസ്, നമ്മളുടെ മൊബൈൽസ് എവിടെയാ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? നമ്മളുടെ മൊബൈൽസ് എന്ന് പറയുമ്പോൾ അവർ മൊബൈൽസ്. നമ്മുടെ ഫയൽസ് എന്ന് എങ്ങനെ പറയും? അവർ ഫയൽസ്. നമ്മുടെ ബുക്സ്, അവർ ബുക്സ്. ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ മൊബൈൽസ് എവിടെയാ? അതെങ്ങനെ ചോദിക്കും? ഒന്നിൽ കൂടുതൽ മൊബൈൽ ഇവിടെ ഇല്ലേ? അപ്പോൾ ആർ ഉപയോഗിക്കണം. വേർ ആർ നമ്മുടെ മൊബൈൽസ്? അവർ മൊബൈൽസ്. വേർ ആർ അവർ മൊബൈൽസ്?
അപ്പോൾ ഈ രീതിയിൽ ഒരു സ്ഥലത്തെക്കുറിച്ച് നമുക്കിങ്ങനെ ഈസി ആയിട്ട് ചോദിക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു പാറ്റേണും കൂടെ നോക്കാം. നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ വഴി നമുക്ക് ചോദിക്കുവാൻ സാധിക്കും വേർ യൂസ് ചെയ്തിട്ട്. സൂപ്പർ മാർക്കറ്റ് എവിടെയാണ്? വേർ ഇസ് ദ സൂപ്പർ മാർക്കറ്റ്? വേർ ഇസ് ദ സൂപ്പർ മാർക്കറ്റ്? നമ്മൾ പഠിച്ചായിരുന്നു, സ്പെസിഫിക് ആയ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദ യൂസ് ചെയ്യണം. നമ്മൾ വേറെ ഒന്നിനെയും കുറിച്ചുമല്ല പറയുന്നത്, സൂപ്പർ മാർക്കറ്റ് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദ സൂപ്പർ മാർക്കറ്റ് എന്ന് ചോദിക്കണം. വേർ ഇസ് ദ സൂപ്പർ മാർക്കറ്റ്? സൂപ്പർ മാർക്കറ്റ് എവിടെയാണ്? ഇനി നമ്മൾ ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, പെട്രോൾ പമ്പ് എവിടെയാണ്? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വേർ ഇസ് ദ പെട്രോൾ പമ്പ്? വേർ ഇസ് ദ പെട്രോൾ പമ്പ്? ഹോസ്പിറ്റൽ എവിടെയാണ്? വേർ ഇസ് ദ ഹോസ്പിറ്റൽ? വേർ ഇസ് ദ ഹോസ്പിറ്റൽ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വഴി ഇങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈസി ആയിട്ട് വേർ യൂസ് ചെയ്യാൻ ഇപ്പം നമ്മൾ പഠിച്ചില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സെറ്റിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ നോക്കുവാൻ പോകുന്ന ക്വസ്റ്റ്യൻ വൈ, എന്തിന്? വൈ? വൈ ഈസ് ഹി ലേറ്റ്? അവനെന്താ ലേറ്റ് ആകുന്നത്? വൈ ഈസ് ഹി ലേറ്റ്? വൈ ഈസ് ഹി ഹിയർ? വൈ ഈസ് ഹി ഹിയർ? അവനെന്താ ഇവിടെ? വൈ ഈസ് ദിസ്? ഇതെന്തിനാ? വൈ ഈസ് ദാറ്റ്? അതെന്തിനാ? ഇതെല്ലാം എന്തിനാ? അതെങ്ങനെയാ നമ്മൾ ചോദിക്കുക? ഇതെല്ലാം എന്തിനാ? വൈ ആർ ദീസ്? വൈ ആർ ദീസ്? അതെല്ലാം എന്തിനാ? വൈ ആർ ദോസ്? അതെല്ലാം എന്ന് പറയുമ്പോൾ ദോസ് യൂസ് ചെയ്യുക. വൈ ആർ ദോസ്? അതെല്ലാം എന്തിനാ? ഇതെല്ലാം എന്തിനാ? വൈ ആർ ദീസ്? നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? വൈ ആർ യു വെയിറ്റിംഗ്? ഒരു വ്യക്തി കാത്തു നിൽക്കുകയാണ്. കാത്തു നിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ? ആ വ്യക്തി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വെയിറ്റിംഗ് എന്ന് യൂസ് ചെയ്തത്. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ING ആഡ് ചെയ്യുക. നീ എന്തിനാ കാത്തു നിൽക്കുന്നത്? വൈ ആർ യു വെയിറ്റിംഗ്? അവൻ എന്തിനാ കാത്തു നിൽക്കുന്നത്? അവൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി. വൈ ഇസ് ഹി എന്ന് വരുമോ? വൈ ആർ ഹി എന്ന് വരുമോ? ഒരു വ്യക്തിയായത് കാരണം വൈ ഇസ് ഹി. അവൻ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? വൈ ഇസ് ഹി വെയിറ്റിംഗ്? അവൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? വൈ ഇസ്
ഷീ വെയിറ്റിംഗ്. അവരെന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? വൈ ആർ ദേ വെയിറ്റിംഗ്? വൈ ആർ ദേ വെയിറ്റിംഗ്? ഇനി നമ്മൾ തമ്മിൽ ചോദിക്കുകയാണ്, നമ്മൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നമ്മൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? അതെങ്ങനെ പറയും? വൈ ആർ വി വെയിറ്റിംഗ്? വൈ ആർ വി വെയിറ്റിംഗ്? അപ്പോൾ ഈ രീതിയിൽ എന്തിനാ എന്ന് നമുക്ക് ഇങ്ങനെ ചോദിക്കുവാൻ സാധിക്കും. എന്തിനാ അവൾ കരയുന്നത്? എന്തിനാ അവൾ കരയുന്നത്? അപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രൈൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ING ആഡ് ചെയ്യണം. വൈ ഇസ് ഷീ ക്രൈയിങ്? എന്തിനാ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാ അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കും? വൈ ഇസ് ഷീ ലാഫിങ്? എന്തിനാ അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? വൈ ഇസ് ഷീ ലാഫിങ്? എന്തിനാ സ്നേഹ വെയിറ്റ് ചെയ്യുന്നത്? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ വൈ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇസ്. ഇനി ചോദിക്കേണ്ട കാര്യം ചോദിക്കാം. വൈ ഇസ് സ്നേഹ വെയിറ്റിംഗ്? എന്തിനാ സ്നേഹ വെയിറ്റ് ചെയ്യുന്നത്? ഇന്നസെന്റ് ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാ പഠിക്കുന്നത്? അതെങ്ങനെ ചോദിക്കും? വൈ ആർ യു സ്റ്റഡിയിങ്? നമുക്ക് വേണമെങ്കിൽ ഈ സെന്റൻസ് ആ വ്യക്തികളോട് പ്രയോഗിക്കാം. നീ എന്തിനാ പഠിക്കുന്നത്? വൈ ആർ യു? നമ്മൾ പഠിച്ചു, നീ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണെങ്കിലും ആർ യൂസ് ചെയ്യണം. വൈ ആർ യു സ്റ്റഡിയിങ്? നീ എന്തിനാ പഠിക്കുന്നത്? നീ എന്തിനാ ഉറങ്ങുന്നത്? അതെങ്ങനെ ചോദിക്കും? വൈ ആർ യു സ്ലീപ്പിംഗ്? ആ കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നീ എന്തിനാ ഉറങ്ങുന്നത്? വൈ ആർ യു സ്ലീപ്പിംഗ്? അപ്പോൾ ഈ രീതിയിൽ എന്തിനാ എന്ന ചോദ്യങ്ങൾ നമുക്കിങ്ങനെ ചോദിക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ ലാസ്റ്റ് സെറ്റിലേക്ക് പോവുകയാണ്. വിച്ച്. ഏത് എന്ന അർത്ഥം വരുന്ന ക്വസ്റ്റ്യൻസ് വിച്ച് യൂസ് ചെയ്ത് നമുക്ക് ചോദിക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കാം. നിന്റെ ഫേവറേറ്റ് കളർ ഏതാണ്? വിച്ച് ഇസ് യോർ ഫേവറേറ്റ് കളർ? ഏതാ എന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ഇംഗ്ലീഷിൽ വിച്ച് യൂസ് ചെയ്യുക. നിന്റെ ഫേവറേറ്റ് കളർ ഏതാണ്? ഒരു കളറിനെ കുറിച്ചല്ലേ നമ്മൾ ചോദിക്കുന്നത്. വിച്ച് ഇസ് ഏതാ നിന്റെ ഫേവറേറ്റ് കളർ? യോർ ഫേവറേറ്റ് കളർ. വിച്ച് ഇസ് യോർ ഫേവറേറ്റ് കളർ? ഇനി നമ്മൾ ഒരു കളറായിട്ട് മാത്രം ചോദിക്കുകയല്ല, നിനക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏതാണ്? നിനക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏതാണ്? ഒന്നിൽ കൂടുതൽ കളറിനെ കുറിച്ച് ചോദിക്കുകയല്ലേ നമ്മൾ. ഒന്നിൽ കൂടുതൽ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആർ യൂസ് ചെയ്യുക. വിച്ച് ആർ യോർ ഫേവറേറ്റ് കളേഴ്സ്? നിനക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അതെല്ലാം ഏതാ? വിച്ച് ആർ യോർ ഫേവറേറ്റ് കളേഴ്സ്?
അവന്റെ ഫേവറേറ്റ് കളർ ഏതാ? അവന്റെ ഫേവറേറ്റ് കളർ ഏതാ? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും? വിച്ച് ഈസ് ഹിസ് ഫേവറേറ്റ് കളർ? ഇനി ഒരു കളർ അല്ല, അവന് ഇഷ്ടമുള്ള എല്ലാ നിറങ്ങളെയും കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ്. വിച്ച് ആർ ഹിസ് ഫേവറേറ്റ് കളേഴ്സ്? Which are his favorite colors? പ്രിയയ്ക്ക് ഇഷ്ടമുള്ള ജ്യൂസ് ഏതാ? Which is Priya's favorite juice? ഏത് ജ്യൂസാണ് പ്രിയയ്ക്ക് ഏറ്റവും ഇഷ്ടം? Which is Priya's favorite juice? ഇനി ഒരു ജ്യൂസിനെ കുറിച്ചല്ല, ഏതെല്ലാം ജ്യൂസസ് ആണ് പ്രിയയ്ക്ക് ഇഷ്ടം? Which are Priya's favorite juices? Which are Priya's favorite juices? അവർക്ക് ഇഷ്ടമുള്ള കളർ ഏതാ? ഒരു കളറിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള കളർ ഏതാ? Which is their favorite color? ഒരു കാര്യമായത് കാരണം is യൂസ് ചെയ്യുക. Which is ഏതാ? അവരുടെ ഫേവറേറ്റ് കളർ. Their favorite color. അവർക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ ഏതൊക്കെയാണ്? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? അവർക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ ഏതൊക്കെയാണ്? Which are their favorite colors? Which are their favorite colors? ഇനി നമ്മൾ ചോദിക്കുകയാണ്, എനിക്കിഷ്ടമുള്ള കളർ ഏതാണ്? നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്, എനിക്കിഷ്ടമുള്ള കളർ ഏതാണ്? അതെങ്ങനെ ചോദിക്കും? Which is my favorite color? എൻ്റെ ഫേവറേറ്റ് കളർ മൈ ഫേവറേറ്റ് കളർ എന്ന് യൂസ് ചെയ്യും. Which is my favorite color? ഇനി നമ്മൾ ഒരു കളറിൽ ഒതുക്കുന്നില്ല, എനിക്കിഷ്ടമുള്ള നിറങ്ങൾ അതെല്ലാം ഏതാണ് ചോദിക്കുകയാണ്. അത് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യനായി ചോദിക്കും? Which are my favorite colors? Which are my favorite colors? ഇനി നമുക്ക് അടുത്ത ഒരു പാറ്റേൺ നോക്കാം. വിച്ച് തന്നെ യൂസ് ചെയ്തിട്ട് നോക്കാം. ഇതേതാ? അതെങ്ങനെ ചോദിക്കും? Which is this? ഇതേതാ? അതേതാ? Which is that? Which are these? ഇതെല്ലാം ഏതാ? Which are these? അതെല്ലാം ഏതാ? അതെല്ലാം എന്ന് പറയുമ്പോൾ those യൂസ് ചെയ്യുക. Which are those? അതെല്ലാം ഏതാ? ഇനി നമ്മൾ ഷോപ്പിങ്ങിന് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇതിലേതാണ് നല്ലത്? ഇതിലേതാണ് നല്ലത്? Which one is good? Which one? നമ്മൾ ആ കൂട്ടത്തിലെ ഒരു വസ്തുവിനെ കുറിച്ച് ചോദിക്കുകയാണ്, ഒരു ഡ്രസ്സിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിലേതാ നല്ലത്? ഇംഗ്ലീഷിൽ അതെങ്ങനെ വരും? Which one is good? ഇതിലേതാ ഒന്നും കൂടെ നല്ലത്? Which one
is better? Which one is better? ഇതിൽ ഏതാ ഏറ്റവും നല്ലത്? അത് നമ്മൾ എങ്ങനെ ചോദിക്കും? Which one is best? Which one is best? ഇതിൽ ഭംഗിയുള്ളത് ഏതാ? നമ്മൾ 3 ഡ്രസ്സ് കാണിച്ചു. ഇതിൽ ഭംഗിയുള്ളത് ഏതാ എന്ന് ചോദിക്കുകയാണ്. Which one is beautiful? Which one is beautiful? ഇതിൽ കംഫർട്ടബിൾ ഏതാ? ഇതിൽ ഏതാണ് കംഫർട്ടബിൾ? അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഇതേ പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. Which one is comfortable? Which one is comfortable? വേറൊരു പാറ്റേൺ നമുക്ക് നോക്കാം. എൻ്റെ ഏതാ? അത് നമ്മൾ എങ്ങനെ ചോദിക്കും? എൻ്റെ ഏതാ? Which is mine? അവൻ്റെ ഏതാ? Which is his? അവളുടെ ഏതാ? ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അവളുടെ ഏതാന്ന് വരുമ്പോൾ which is hers? Which is hers? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. പ്രിയയുടെ എന്ന് പറയുമ്പോൾ പ്രിയാസ് ബുക്ക്, പ്രിയയുടെ ബുക്ക്. റോഹന്റെ ബുക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? റോഹൻസ് ബുക്ക്. അങ്ങനെ ഒരു ഓണർഷിപ്പ് കാണിക്കുന്ന സമയത്ത് നമ്മുടെ, അവൻ്റെ, പ്രിയയുടെ എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സ്ട്രാ എസ് നമ്മൾ ആഡ് ചെയ്യണം. ഏതാണ് അവൻ്റെ? വിച്ച് ഇസ്. ഇവിടെ എക്സ്ട്രാ എസ് വരില്ല, കാരണം ഹിസിന്റെ അവസാനം എന്താ? എസ് എന്നല്ലേ. അപ്പൊ അത് സെയിം ആയിട്ട് തന്നെ പോകും. വിച്ച് ഇസ് ഹിസ്. അവളുടെ ഏതാന്ന് ചോദിക്കുമ്പോൾ എക്സ്ട്രാ എസ് ചേർക്കുക. വിച്ച് ഇസ് ഹേഴ്സ്. അവരുടെ ഏതാ? വിച്ച് ഇസ് theirs. നമ്മളുടെ ഏതാ? നമ്മൾ എന്തോ കളക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് നമ്മളുടെ ഏതാ? വിച്ച് ഇസ് ours. നിന്റെ ഏതാ? നിന്റെ എന്ന് പറയുമ്പോൾ യുവർ. ഒരു ഓണർഷിപ്പ് കാണിക്കുന്ന സെന്റൻസ് അല്ലേ ഇത്? നിന്റെ ഏതാ? ആ വ്യക്തിയുടെ ഏതാണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. വിച്ച് ഇസ് യുവേഴ്സ്. അപ്പോൾ ഈ രീതിയിൽ ഏതാ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി നമുക്ക് ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസൽ എന്തിനാ ലേറ്റ് ആകുന്നത്? ഫസൽ എന്തിനാ ലേറ്റ് ആകുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, റോഹൻ ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? റോഹൻ ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? തേർഡ് ക്വസ്റ്റ്യൻ, പ്രിയയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതാണ്? പ്രിയയുടെ ഫേവറേറ്റ് ഡ്രസ് ഏതാണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ, പാർക്ക് എവിടെയാണ്? പാർക്ക് എവിടെയാണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സീത എവിടെയാണ്? സീത എവിടെയാണ്? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ എഴുതുക. നോട്ട്ബുക്കിൽ എഴുതിയാലും കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുക.
എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുക. So see you in the next video. Do like, comment, subscribe and also share. Have a nice day.